കേക്കിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു 10-15 ഡേറ്റ്സ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. മാക്സിമം ഒരു 20 എണ്ണം മതി. ഒരുപാട് വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. 1/2 കപ്പ് പാലിൽ, ചൂട് പാലിൽ കുതിരാൻ വേണ്ടി വെക്കണം. ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട്. കുരു മാറ്റിയെടുത്തിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ പാല് തന്നെ ഉപയോഗിച്ചാൽ മതി. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഒരല്പം വാനില എസൻസ് കൂടെ ചേർക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, അത് പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഡേറ്റ്സിന് കുറച്ച് മധുരമുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരല്പം വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നനഞ്ഞ് വരാൻ കുറച്ച് സമയമെടുക്കും. പാലൊഴിച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടി ചെറുതാക്കി നുറുക്കി ചേർക്കാം. ഇതൊക്കെ അളവൊന്നുമില്ല, ആവശ്യം പോലെ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പ്രീഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രിയിലാണ് ഒരു 35-40 മിനിറ്റ് മാക്സിമം അതിലാണ് ചെയ്തെടുക്കുന്നത്. അവനില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കുക്കറിലോ എടുത്ത് വയ്ക്കാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.